ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50% ഫീസ് കുറയ്ക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവച്ചു നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്തകൾ വിശദമായി. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50%, PGക്ക് 40% ഫീസ് കുറയ്ക്കും. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് കാർഷിക സർവകലാശാല അധികൃതരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാർഷിക സർവകലാശാലയിൽ ഫീസ് കൂട്ടിയത് വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ദേശീയപാത 66 മരണപാതയാകുന്നു. അടുത്ത ദിവസങ്ങളിൽ 5 ജീവനുകളാണ് ദേശീയപാതയിൽ പൊലിഞ്ഞത്. സമീപകാലത്ത് അപകടങ്ങളിൽ കൂടുതലും വില്ലനാകുന്നത് ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ്. റോഡിലെ കുഴികളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ്. അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സർവീസ് റോഡുകൾ സുഗമമായ ഗതാഗതത്തിന് കഴിയുന്ന വിധത്തിൽ പണി പൂർത്തീകരിച്ചു നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. ഇത് പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത്. നമ്മുടെ ഹൈവേ വികസനം എല്ലാവർക്കും നാടിനും നമുക്കൊക്കെ നല്ല തന്നെ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ ചന്ദ്രാപിന്നി കയ്പമംഗലം ഈ ഇടമട്ടത്തിൻ്റെ ഇടയിൽ 5 പേര് നമ്മൾ നഷ്ടപ്പെട്ടു. മഴ എന്ന ചെളിര കുളം, ഓക്കെ, ഒരു ദിവസം വെയിൽ വന്നാൽ പൊടി. ഒരു നിലയ്ക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വ്യാപാരി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു നിലക്കും അവിടെ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. വീതി ഇപ്പോൾ അവര് സർവീസ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന വീതി കുറവുണ്ട്. അതിനനുസരിച്ചുള്ള ടോറസും വലിയ വലിയ വണ്ടികളാണ് കൂടുതൽ അപകടങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം സുഗമമായി ഒഴുകിപ്പോയിരുന്ന തോടുകൾ നികത്തി അശാസ്ത്രീയമായി കാനകൾ നിർമ്മിച്ചപ്പോൾ ബൈപ്പാസ് റോഡുകളിൽ വെള്ളം കയറി ഗതാഗതയോഗ്യമല്ലാതായി. സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി. നാട്ടുകാർ സമരരംഗത്തുമിറങ്ങി. പക്ഷെ ഇപ്പോഴും സ്ഥിതിക്ക് മാറ്റമില്ല. മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. താൽക്കാലിക പരിഹാരമെന്ന രീതിയിൽ കുഴികൾ നികത്തി തടിതപ്പുകയാണ് ദേശീയപാത അധികൃതർ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ പലയിടങ്ങളിലും സമാനമായ അവസ്ഥയാണ്. നിലവിൽ ചന്ദ്രാപിന്നി മുതൽ കയ്പമംഗലം പനമ്പിക്കുന്നുവരെയുള്ള ഭാഗത്ത് ബൈപ്പാസിന്റെ ഒരു വശത്തു മാത്രമാണ് ഗതാഗതം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഇതിടയാകുന്നു. കുഴികൾ നികത്താതിരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ തുടരുകയും ചെയ്താൽ ഇനിയും ഈ പാത നിരവധി അപകട മരണങ്ങൾക്ക് സാക്ഷിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കയ്പമംഗലം. ദേശീയപാത കുതിരാനിൽ കാട്ടാന ശല്യം തുടരുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ച് ഒറ്റയാൻ പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. ഒരാഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലം പ്രദേശത്ത് തമ്പടിക്കുന്ന കാട്ടാനയാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിനെ തുടർന്നാണ് ബിജുവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. വെള്ളിയാഴ്ച രാത്രി പട്രോളിംഗ് നടത്തുകയായിരുന്ന ഫോറസ്റ്റ് ജീവനക്കാരുടെ ജീപ്പ് തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ജീപ്പിലുണ്ടായിരുന്ന 2 ജീവനക്കാർ ഇറങ്ങി ഓടിയതുകൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. കാട്ടാന പ്രദേശം വിട്ടു പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു.
വനമേഖലയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെ 2 പ്രാവശ്യം റോഡിൽ കൂടെ നടന്നു വരികയായിരുന്നു ആന. ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. വീടിൻ്റെ അതിലെയാണ് ഇറങ്ങുന്നത്. എന്തായാലും ഞങ്ങൾക്കൊരു നിർദ്ദലൊരു ഇത് കണ്ടിരിക്കണം. രാത്രിയിൽ ജോലി കഴിഞ്ഞ് ഒരുപാട് പേര് വരുന്നു. ഇന്നലെ അതുപോലെ വന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചിട്ട് ഇന്നലെ സാറുമാരുടെ വണ്ടിയൊക്കെ കുത്തിപ്പൊളിച്ച് എങ്ങനെ ജീവിക്കുക ഇവിടെ? ഇവനെ മയക്കുവെടി വെച്ച് മറ്റേ വലിയ കൊങ്കിയാനെ കൊണ്ടുപോകുമല്ലോ, അതുപോലെ കൊണ്ടുപോകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? കാട്ടാനശല്യം തടയാൻ ശക്തമായ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആന പ്രദേശം വിട്ടിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലെ മാനേജറുടെ കാർ അജ്ഞാതർ കത്തിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. ഹരികൃഷ്ണൻ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഹരികൃഷ്ണൻ താമസിക്കുന്ന ഫ്ളാറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് അഗ്നിക്കിരയായത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വ്യക്തിവൈരാഗ്യം മൂലം തീവച്ചതാണെന്ന് സംശയിക്കുന്നതായി ഹരികൃഷ്ണൻ പറഞ്ഞു. ഇന്ന് കേരള പിറവി ദിനം. ഐക്യ കേരളം രൂപീകരിച്ചതിന്റെ 69ാം വാർഷിക ദിനത്തിൽ ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് നാട്. അറബിക്കടലിന്റെ വെള്ളിക്കസവ്, പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പട്ട്, പ്രകൃതി മനോഹാരിതയുടെ സംഗമഭൂമിയായി മാറിയ നാട്. ലോകത്തിന്റെ ഏതു കോണിലും കണ്ടെത്താനാകും മലയാളത്തിന്റെ മുഴക്കം. വിദ്യാഭ്യാസ ആരോഗ്യരംഗത്ത് എന്നും ഒന്നാമത് തന്നെയാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം. കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം എന്നിവയും എടുത്തു പറയേണ്ടതാണ്. വിനോദസഞ്ചാര രംഗത്ത് ലോകമുറ്റുനോക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളം മാറി. നവോത്ഥാനാശയങ്ങൾ, പുതുപ്രതീക്ഷകളുടെ വിത്തെറിഞ്ഞ ഈ മണ്ണിൽ തഴച്ചു വളർന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ സാമൂഹ്യ പരിഷ്കരണങ്ങളാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് കേരളത്തിന്റെ പിറവി. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ സംസ്ഥാനങ്ങൾ കൂട്ടിയോജിപ്പിച്ചു. തിരുവിതാംകൂറിലെ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളങ്കോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തോട് ചേർത്തു. അങ്ങനെ കന്യാകുമാരി കേരളത്തിന് നഷ്ടമായി. പകരം കാസർഗോഡ് താലൂക്ക് ഉൾപ്പെടുത്തി. കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 14 ജില്ലകളായി. 1957 ഫെബ്രുവരിയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലെത്തി. പിന്നീട് ഇങ്ങോട്ട് ഒട്ടേറെ ദുർഘട സന്ധികൾ ഈ നാട് തരണം ചെയ്തു. മഹാപ്രളയവും ഉരുൾപൊട്ടൽ ദുരന്തവുമെല്ലാം തളർത്താൻ ശ്രമിച്ചപ്പോഴും ഒത്തൊരുമയോടെ കേരളം അതിജീവനത്തിന്റെ പാതയിലൂടെ കൈകോർത്ത് നടന്നു. നല്ലൊരു നാളെയുടെ പുലർവട്ടം എന്നും സ്വപ്നം കണ്ടുണരുന്ന ഈ നാടിന് ഒരിക്കലും തോൽക്കാനാകില്ലല്ലോ. കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. കേരളപ്പിറവി ദിനാശംസകളോടെ ന്യൂസ് ഡെസ്ക് TCV. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആധുനിക മലയാള കവിതയുടെ മുഖമായാണ് ശങ്കരപിള്ള എന്ന പുരസ്കാരം പ്രഖ്യാപനത്തിന് ശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന സമാഹാരത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ശങ്കരപിള്ളയുടെ ബംഗാൾ എന്ന കവിതാ സമാഹാരം ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ്.
സൗണ്ട് ഓഫ് മ്യൂസിക് തൃശൂരിന്റെയും വേൾഡ് മലയാളി കൗൺസിൽ തൃശൂർ ചാപ്റ്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MP സുരേന്ദ്രൻ, കവി C രാവുണ്ണി, സൗണ്ട് ഓഫ് മ്യൂസിക് പ്രസിഡന്റ് US മോഹൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. അധ്യാപിക P സജിത സന്ദേശം നൽകി. പ്രധാന അധ്യാപകൻ KK ഗിരീഷ് കുമാർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് അടുത്ത ആഴ്ച മുതൽ സമയക്രമം പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങി. KSR ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ രാവിലെ 5:10 പുറപ്പെടും. ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. 2:20 മടക്കയാത്ര ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 11 ബാംഗ്ലൂരുവിലെത്തും. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയായി. കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും 1-നാണ് എണ്ണക്കമ്പനികൾ LPG വില പരിഷ്കരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വടക്കാഞ്ചേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ പുന്നപ്ര സ്വദേശി രാമചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഇയാൾ അമ്പലപ്പുഴ സ്വദേശിയാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി മേൽപ്പാലം ബൈപ്പാസ് റോഡിൽ കാറും വാനും കൂട്ടിയിടിച്ച് പാർസൽ സർവീസ് വാൻ മറിഞ്ഞു. പരിക്കേറ്റ വാൻ ഡ്രൈവർ കുത്താമ്പുള്ളി സ്വദേശി ജയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പട്ടികജാതി ക്ഷേമ പ്രവർത്തനത്തിന് അനുവദിച്ചതിൽ 28 കോടിയിലധികം രൂപ ചിലവഴിക്കാതെ തൃശൂർ കോർപ്പറേഷൻ. വിവരാവകാശ രേഖ പുറത്തുവിട്ട് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്. 2021-22 മുതൽ 2025-26 വരെ പട്ടികജാതി ക്ഷേമത്തിനായി തൃശൂർ കോർപ്പറേഷനിൽ അനുവദിച്ചത് 59,723,425 രൂപയാണ്. എന്നാൽ ചിലവഴിച്ചത് 30,78,83,270 രൂപ മാത്രമാണ്. ഇതോടെ ചിലവഴിക്കാതെ പോയത് 28,28,40,40,155 രൂപയാണ്. ഇത് ഗുരുതരമായ ചട്ടലംഘനവും വീഴ്ചയുമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേശീയ പട്ടികജാതി കമ്മീഷനോട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പട്ടികജാതി മോർച്ച. അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പണമാണ് വകയിരുത്തിയ സംഖ്യ ചിലവഴിക്കാതെ ഇരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ബഹുമാനപ്പെട്ട മേയർ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളെ രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ആവശ്യപ്പെടുകയാണ്. സമാനമായ സാഹചര്യമാണ് കൊച്ചി ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിലും ഉള്ളത്. SSLC പരീക്ഷയിൽ മുഴുവൻ A+ ലഭിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അരപ്പവൻ സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യുന്നത് 2019 മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. കൂടാതെ ഈ വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 2 വർഷമായി വിതരണം ചെയ്തിട്ടില്ല. പട്ടികജാതി ക്ഷേമ ഫണ്ട് തട്ടിയെടുക്കുന്ന തട്ടിപ്പ് സർക്കാരാണ് പിണറായിയുടേതെന്നും ഷാജിമോൻ വട്ടേക്കാട് ആരോപിച്ചു. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് സ്വന്തമായി വീടോ ഭൂമിയോ പോലുമില്ലാതെ അതിദരിദ്രരായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പിണറായിയുടെ കേവലം PR സ്റ്റണ്ട് മാത്രമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മേയറും ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഷാജിമോൻ വട്ടേക്കാട് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SC മോർച്ച സംസ്ഥാന സെക്രട്ടറി ശരത് മൂത്തേടൻ, വിജയൻ മേപ്രത്ത് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. കത്തോലിക്ക സഭ ഇന്ന് മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിലും സെമിത്തേരികളിലും പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങൾ നടന്നു. പഴുവിൽ ഫൊറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കരുതുംകുളങ്ങര, ഫാദർ ബാബു ചിരിയങ്കണ്ടത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു.
ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിച്ചു. സെമിത്തേരിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും തിരുകർമ്മങ്ങൾക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. സിസ്റ്റർ റോസ മരിയ, കൈകാര്യന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേതല, ജോഷി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Inter Stadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ BJP അംഗത്വം സ്വീകരിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അംഗത്വം നൽകി സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആർ ചാനീഷ്, നേതാക്കളായ സന്തോഷ് ചെറാക്കുളം, ഷൈജു കുറ്റിക്കാട്, PC രമേശ്, ജോജൻ കൊല്ലാട്ടിൽ എന്നിവർ പങ്കെടുത്തു. വിവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ദിവ്യ മനോജ് അധ്യക്ഷത വഹിച്ചു. സ്വപ്ന പ്രദീപ്, ഷീബ രാജേഷ്, നഖുല പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തെക്കുംകര പഞ്ചായത്തിലെ പനങ്ങാട്ടുകര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ വിജോയ് കുറ്റിക്കാടൻ, VR ശ്രീകാന്ത്, അഹ്സാൻ ഷെയ്ഖ് എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചെന്ത്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി VN നിവേദ്യ, നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ്, സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ്, മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത 20ഓളം താരങ്ങളെയാണ് അനുമോദിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പ്രിൻസിപ്പൽ PK ശ്രീജേഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത് തുടങ്ങിയവർ സംസാരിച്ചു. 21 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂളിൽ തുടക്കമാകും. 4 ദിവസങ്ങളിലായി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി LP വിദ്യാലയങ്ങളിലായി സജ്ജീകരിച്ച 25 വേദികളിലായിട്ടാണ് കലാമത്സരങ്ങൾ അരങ്ങേറുന്നത്. ആദ്യ ദിനം സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുക. MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ നടത്തിപ്പിനായി 13 കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി സംഘാടകർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK ബിജു, പ്രോഗ്രാം ചെയർപേഴ്സൺ കൂടിയായ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, പബ്ലിസിറ്റി കൺവീനർ KK പ്രദീപ്, ജോയിന്റ് കൺവീനർ M ദിവ്യ എന്നിവർ പങ്കെടുത്തു. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ വായ് മുടികെട്ടി പ്രതിഷേധിച്ചു. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ കർഷകർ ദുരിതത്തിലാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് കടവിൽ, സുശാന്ത് ഐനിക്കുന്നത്ത്, സംസ്ഥാന സെക്രട്ടറി ഷൈജൻ നമ്പനത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
സാധാരണക്കാരുടെ ന്യായത്തിനും നീതിക്കും വേണ്ടി പോരാടാൻ ഇനി വോയിസ് ഫോർ ജസ്റ്റിസ് എന്ന സൗഹൃദവേദിയും. സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്കായി നിസ്വാർത്ഥ സേവനം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയതെന്ന് സ്ഥാപക പ്രസിഡന്റ് ബാബു മോളലു സെക്രട്ടറി ജി ശ്രീജകുമാരിയും തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനം വോയിസ് ഫോർ ജസ്റ്റിസ് എന്ന ജിമെയിൽ വഴിയോ 9500050156 എന്ന നമ്പറിലോ തങ്ങളുടെ മുന്നിൽ വരുന്നവരെ നേരിലെത്തിക്കണ്ട് നിയമപരമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തങ്ങാലൂരിൽ നടന്ന കേംബ്രിഡ്ജ് കൾച്ചറൽ ഫെസ്റ്റിവൽ 237 പോയിന്റുമായി ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 142 പോയിന്റുമായി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂർ 2ാം സ്ഥാനവും 123 പോയിന്റുമായി GPS ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര സമ്മാനദാനം നിർവഹിച്ചു. ദേവമാതാ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഫാദർ ബെന്നി പെന്നിപ്പറമ്പിൽ, പ്രോഗ്രാം കൺവീനർ ക്രിസ് ലിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. നാലേകാൽ കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച വെളുത്തൂർ വിളക്കുമാടം BMBC റോഡും അരിമ്പൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സഹദേവൻ, K രാഗേഷ്, CR രമേശ്, CP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണലൂർ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനരവലോകന പരിശീലനം നൽകി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ K രേഖ, R മനോജ്, ES സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് നമ്പൂതിരിയെ കൊരേച്ചാൽ ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി ആദരിച്ചു. ക്ഷേത്ര മേൽശാന്തി വിങ്ങീശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി, പ്രസിഡന്റ് കൊച്ചുണ്ണി K കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പാവറട്ടി കോഴിത്തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അളവെടുപ്പ് പൂർത്തിയായി. ചിറ്റാട്ടുകര റോഡിൽ നിന്ന് തുടങ്ങി മൃഗാശുപത്രി പരിസരം വരെയാണ് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. തീരമിടിഞ്ഞും പാഴ്ചെടികളും മാലിന്യവും നിറഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു കോഴിത്തോട്. പൊതുപ്രവർത്തകനായ സാംസൺ ചിരിയങ്കണ്ടത്ത് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 20 ലക്ഷം രൂപ അനുവദിച്ച് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉത്തരവിട്ടത്. തോട്ടിൽ വെള്ളം കുറഞ്ഞാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ കൊടുങ്ങല്ലൂർ രാജയോഗ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ശാന്തിയാത്ര രാവിലെ 9-ന് നഗരസഭാ ടൗൺ ഹാളിൽ നിന്നും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പെരിങ്ങാട് സെന്റ് തോമസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 7, 8, 9 തീയതികളിലാണ് തിരുനാൾ. ട്രസ്റ്റിമാരായ ബെന്നി മാറോക്കി, റാഫേൽ തോമസ്, ജനറൽ കൺവീനർ ജോഷി കൊമ്പൻ എന്നിവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂർവ്വ വിദ്യാർത്ഥിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പാവറട്ടി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ A അയ്യപ്പനെക്കുറിച്ച് പഠിക്കുന്നത്. ലോകപ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവറട്ടി സ്വദേശിയുമായ ഡോക്ടർ A അയ്യപ്പനെക്കുറിച്ചുള്ള പാഠഭാഗം സാമൂഹ്യശാസ്ത്രത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ A അയ്യപ്പൻ ഫൗണ്ടേഷൻ ചെയർമാൻ റാഫി നീലങ്കാവിൽ പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനങ്ങള് ഇന്ന് പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം പുതിയ തലമുറയ്ക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്.
ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ തലക്കെട്ട് കുറിക്കുന്ന സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ 6ാമത് ശാഖ നാളെ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിക്കും. മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇന്ന് കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിൽ ഒന്നാണ്. അത്യാധുനിക സൗകര്യങ്ങളോടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും സമർപ്പിത ജീവനക്കാരുടെയും സേവനത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര കണ്ണുപരിശോധന, കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജറി, റെറ്റിന ആൻഡ് ഗ്ലോക്കോമ ക്ലിനിക്ക്, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ എല്ലാവിധ ചികിത്സാ സേവനങ്ങളും സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. മണലൂർ MLA മുരളി പെരുന്നള്ളി ആശുപത്രിയുടെ ഉദ്ഘാടനവും ഫാദർ റാഫേൽ ആശീർവാദ കർമ്മവും നിർവഹിക്കും. മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മുൻ MP TN പ്രതാപൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പും കൂടാതെ തിരഞ്ഞെടുക്കുന്ന 50 നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സീനിയർ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ നിഷ ബാലൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P. ശിവൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി GCH ചാലക്കുടിയുടെ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നവംബർ 2 നടക്കും. പുതിയ അംഗങ്ങളുടെ പ്രവേശനവും പുരസ്കാര വിതരണവും അടങ്ങുന്ന ചടങ്ങ് രാത്രി 7 ചാലക്കുടി എസ്റ്റേറ്റ് 64 ഇവന്റ് സെന്ററിൽ ഗ്രാൻഡ് പവലിയൻ ഹാളിലാണ് ഒരുക്കിയിരിക്കുന്നത്. മണപ്പുറം ഫിനാൻസ് ചെയർമാൻ VP നന്ദകുമാർ മുഖ്യാതിഥിയാകും. സോൺ പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ, അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത് എന്നിവർ പങ്കെടുക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ പുരസ്കാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമൽ പത്ര അവാർഡ് തോമസ് എന്നിവർ ഏറ്റുവാങ്ങും. നിയുക്ത പ്രസിഡന്റ് ആന്റണി പത്താടൻ, പ്രസിഡന്റ് യൂജിൻ ജോസഫ്, സെക്രട്ടറി ദിലീപ് ചീരോത്തി, ട്രഷറർ ജോൺ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI K. അജൽ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. SI ശ്രീനിവാസൻ, മനു മോഹൻ, KG ഗീത തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൈറോയ്ഡ് മെഷീൻ പ്രവർത്തന സജ്ജമായി. മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, ജനപ്രതിനിധികളായ EV പ്രബീഷ്, ലീന ശ്രീകുമാർ, ഗ്രേസി ജേക്കബ്, OJ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി BRCയുടെ കീഴിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പാവറട്ടി ലയൺസ് ക്ലബ് ഡയപ്പർ ബാങ്ക് സമർപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് VG തോംസൺ അധ്യക്ഷത വഹിച്ചു. PS ഗിൽബർട്ട്, PS സംഗീത, VS സെബി, TI ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്ത് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനാചരണവും പൊതുസമ്മേളനവും നടത്തി. AITC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് VS സുനിൽകുമാർ അധ്യക്ഷനായി. എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ, CC മുകുന്ദൻ MLA, CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CN ജയദേവൻ, ഷീല വിജയകുമാർ, TK സുധീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് KK വാര്യർ പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി അധ്യക്ഷയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജനപ്രതിനിധികളായ KP ശ്രീജയൻ, ഷിജിത ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കുടുംബശ്രീ CDS 1 വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ SHO K. സതീഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ
തലശ്ശേരി MS ബനാത്ത് യത്തീംഖാനയിൽ 5 പെൺകുട്ടികൾ കൂടി വിവാഹിതരായി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ PTP തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയ തങ്ങൾ, TM ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ 125 നമ്പർ അംഗനവാടി പ്രവേശനോത്സവം നഗരസഭാ കൌൺസിലർ സുബിത സുധീർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ മുഖ്യാതിഥിയായി. അധ്യാപിക ആഗ്നസ് ലാസർ, KN സരിത തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്ഷയ അംഗനവാടിയിൽ കേരളപ്പിറവി ദിനത്തിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തി. വിദ്യാരംഭത്തിനു ശേഷം അംഗനവാടിയിൽ പുതുതായി ചേർന്നവരെ നഗരസഭാ കൌൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സാക്ഷ്യപത്രങ്ങൾ വിതരണം നടത്തി. അംഗനവാടി മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ NM കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപയുടെ കുറവാണ് ഉണ്ടായത്. 90,200 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. വല്ലച്ചിറ കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A മനോജ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ രാധിക ഗോപി അധ്യക്ഷത വഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ രമ പ്രകാശൻ, കുടുംബശ്രീ സെക്രട്ടറി K രാമചന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നാമധേയത്തിലുള്ള സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിക്കും. കാർഷിക പഠന കേന്ദ്രം, നവീകരിച്ച ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ആസ്മ B ലത്തീഫ്, സുരേഷ് അമ്മനത്ത, PK ഷൈജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50% ഫീസ് കുറയ്ക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തി നശിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.